അടുത്ത കാലവർഷത്തിന് മുമ്പായി മീനച്ചി താലൂക്കിലെ പ്രധാന തോടുകൾ ആഴം കൂട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജോസ് കെ മാണി എം.പി. പറഞ്ഞു. രാമപുരം ആറാട്ടുപുഴ തോട് നവീകരിക്കുന്നതിന് 25 ലക്ഷം രൂപ അനുവദിച്ചതായും എം.പി. പറഞ്ഞു. ഏഴാച്ചേരി വലിയ തോട് നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജോസ് കെ മാണി. നിയമസഭാ മണ്ഡലത്തിൽ നമുക്കറിയാം, പലപ്പോഴും മീനച്ചിലാറും അതുപോലാളം തോടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് മഴ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളപ്പൊക്കമുണ്ടാകുന്നു, വെള്ളം വീടുകളിലേക്ക് കയറുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് തീർച്ചയായും തോടും അതുപോലെ ആറിൻ്റെ എച്ചിലൊക്കെ എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ രാമപുരം പഞ്ചായത്ത് തന്നെ ആറാട്ടുപുഴയിൽ അവിടുത്തെ ആ ഭാഗം ക്ലീൻ ചെയ്യുവാൻ വേണ്ടി ഇതുപോലെ എച്ചിൽ മാറ്റുവാനും അതോടൊപ്പം തന്നെ ആഴം കൂട്ടുവാനും വീതി കൂട്ടുവാൻ വേണ്ടി 25 ലക്ഷം രൂപ ഇപ്പോൾ നമ്മൾ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് നമ്മളതിൻ്റെ ASM TSുമായി ലെവൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനടി അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഏഴാച്ചേരി വലിയ തോടിൻ്റെ നമുക്കറിയാം ഇപ്പോൾ മുന്നിൽ കാണുന്നത് ഈ ഭാഗത്ത് നമുക്ക് ഒത്തിരി മണ്ണ് വന്ന് അടിഞ്ഞ് ഒത്തിരി തുരുത്തായിട്ട് വന്നിരിക്കുകയാണ്. പലപ്പോഴും മഴ പെയ്യുമ്പോൾ വെള്ളം നമ്മുടെ റോഡിലേക്കും മറ്റ് പറമ്പിലേക്കും കയറുന്നു. അതിനൊരു പരിഹാരമായി ഇപ്പോൾ 1 കിലോമീറ്റർ ഇവിടുന്ന് മുകളിലേക്കുള്ള ഭാഗം ഇപ്പോൾ അത് ആഴം കൂട്ടി വീതി കൂട്ടി എച്ചിൽ മാറ്റി എടുക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ്. അപ്പോൾ അതിനുവേണ്ടി 15 ലക്ഷം രൂപ മുടക്കി ഇന്ന് ഇത് ആരംഭിക്കുകയാണ്. ഇവിടെ ജനപ്രതിനിധികളും പഞ്ചായത്ത് മറ്റ് നേതാക്കന്മാരും ഒക്കെയുണ്ട്. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിൽ ബഹുമാനായ മന്ത്രി റോഷി അഗസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുമായി ഇടപെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാങ്ഷൻ അയച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതാനും എത്ര ദിവസം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും? ഒരു 3 ആഴ്ച കൊണ്ട് ഇത് മുഴുവൻ പൂർത്തിയാക്കി വൃത്തിയാക്കി നമുക്കൊരു അടുത്ത വർഷകാലം വരുമ്പോൾ വെള്ളം കയറാതെ ഇരിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏഴാച്ചേരി വലിയ തോടിന്റെ ചെമ്പകശ്ശേരി ചെക്ക് ഡാം മുതൽ ചിറ്റേട്ട് പാലം വരെയുള്ള 1 കിലോമീറ്റർ ദൂരമാണ് തുരുത്തുകൾ നീക്കി ചെളി കോരി മാറ്റി പുനരുദ്ധരിക്കുന്നത്. 15 മീറ്റർ വീതിയിൽ വെള്ളമൊഴുക്ക് സുഗമമാക്കുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് അനുവദിച്ച 15 ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചെമ്പകശ്ശേരി ചെക്ക് ഡാം മുതൽ ചിറ്റേട്ട് ഭാഗം വരെ 20ഓളം ഇടങ്ങളിൽ തോട് ചുരുങ്ങി കരഭൂമിയായി മാറിയിട്ടുണ്ട്. 150 മീറ്ററോളം വീതി ഉണ്ടായിരുന്ന തോടിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ 50 മീറ്ററിൽ താഴെയായി. ചിറ്റേട്ട് പാലത്തിന് സമീപം ചീമ്പാറക്കടവിൽ നടന്ന സമ്മേളനത്തിൽ വലിയ തോട് സംരക്ഷണ സമിതി പ്രസിഡന്റ് അപ്പച്ചൻ നെടുമ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശാന്താറാം മുഖ്യാതിഥിയായിരുന്നു. M. സുശീൽ ആമുഖ പ്രസംഗം നടത്തി. പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് NR വിഷ്ണു, OM ശ്രീകുട്ടൻ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ജോസഫ് കണ്ടം, കിൻഫ്ര ചെയർമാൻ ബേബി ഉഴുത്തുവാൽ, ഏഴാച്ചേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡെന്നി എടകര, VG വിജയകുമാർ, സണ്ണി പൊരുന്നക്കോട്ട്, അലക്സി തെങ്ങുംപള്ളി കുന്നൽ, ജയചന്ദ്രൻ നായർ വരകപ്പള്ളി, ഷിൻസ് പുറവക്കാട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു.